Watch India's largest kids library only on Jio Hotstar. Download the app now. അല്ല ഈ പപ്പി ആരുടെയാണ് ഇതുപോലെ കളഞ്ഞിട്ട് പോയത്? വല്ല കാറിന്റെയോ ട്രക്കിന്റെയോ അടിയിൽ പെട്ടിരുന്നെങ്കിലോ? ഹലോ, ആരുമില്ലേ? ഹലോ, ആരുടെയാണ് ഈ പപ്പി? ഇവിടെ ആരുമില്ലെന്നാ തോന്നുന്നേ. നിന്റെ ശബ്ദം ആരും ഇവിടെ കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ പപ്പി അനാഥയാണെന്നാ. എന്ത് നല്ല സുന്ദരക്കുട്ടനാന്ന് നോക്കിയേ. ഇന്ന് തൊട്ട് ഇവൻ അനാഥനല്ല, ഇവൻ നമ്മുടെ കൂടെ ജീവിക്കും. ആ ശരി ശരി, ഞാനിപ്പോ നിന്റെ പേര് ബൂസോ എന്ന് ഇടാൻ പോവാണ്. ബൂസോ. അതെ വലിയേട്ടാ, എന്താണ് നടക്കുന്നത്? ഞാൻ വളരെ പ്രത്യേകതയുള്ള പുതിയൊരു മിഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരാണ് ജംബോ മിഷൻ. ഇപ്പൊ നിങ്ങൾ ഈ ടേബിളിൽ ഒരു സമൂസ വെക്കുകയാണെങ്കിൽ അത് വളരെ വലുതായി ജംബോ സൈസിലായി മാറും. നീ ആദ്യം ചെറിയൊരു സമൂസ കാശ് കൊടുത്ത് വാങ്ങിക്കണം. എന്നിട്ട് നീ വലിയൊരു സമൂസ കഴിച്ച് നിന്റെ വയറ് നിറയ്ക്കണം. ഇത് അടിപൊളിയാണല്ലോ. ഒരു ചെറിയ സമൂസ ഉണ്ടാക്കി അതിനെ ഇത്രയും വലുതാക്കി കഴിക്കാലോ. ഡോക്ടർ ജഡ്ക, യു ആർ ഗ്രേറ്റ്. ഡോക്ടർ ജഡ്ക, നിങ്ങളൊരു അടിപൊളി മിഷനെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ഇവന് കഴിക്കാനുള്ള ഭക്ഷണത്തിന് പ്രശ്നം ഉണ്ടാവില്ല. കുറച്ച് കഴിച്ചാലും വയറ് ഫുള്ളാവുമല്ലോ, കാരണം വലുതല്ലേ കഴിക്കുന്നേ. പൊളിക്കടുത്തല്ല, കഴിക്കുന്ന പ്രശ്നം നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമുക്കൊരു പുതിയ പ്രശ്നമുണ്ടല്ലോ. ബൂസോ വലുതായിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? ബൂസോ, താഴോട്ട് വാ, താഴെ. ആ ഡോഗ് എല്ലാം നശിപ്പിക്കുന്ന തോന്നുന്നേ. ഞാൻ കണ്ടുപിടിച്ചതെല്ലാം ഇന്ന് അവൻ ഒറ്റയടിക്ക് നശിപ്പിക്കും. ബൂസോ, അവിടെ നിക്ക്. ഈ ബോസോ എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇത്ര വലുതായത്? ഞാൻ ആ ജംബോ മിഷൻ ഉണ്ടാക്കിയത് തന്നെ നിന്റെ ഭക്ഷണകാര്യം ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയാ മോട്ടു. പക്ഷെ ആ മിഷൻ മനുഷ്യന്മാരെയും മൃഗങ്ങളെയും ഒക്കെ വലുതാക്കുമെന്ന് ആർക്കറിയാമായിരുന്നു. എങ്കിൽ വരൂ, നമുക്ക് ബോസോയെ അന്വേഷിക്കാം. ഇത്ര വലിയ ഡോഗി ആരാണോ? ബോക്സർ ചേട്ടാ, സോറി സോറി. ഡോക്ടർ ജഡ്ക നിങ്ങൾക്ക് പുതിയ കാർ മേടിച്ചു തരും. കൊള്ളാലോ, ഡോഗ് നിന്റെ. എന്നിട്ട് പുതിയ കാർ ഞാൻ വാങ്ങിച്ചു കൊടുക്കണം. ഇതെന്ത് കഥ? ഇതിനൊക്കെ കാരണം നിങ്ങൾ കണ്ടുപിടിച്ച ആ നശിച്ച മിഷനാണ്. നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി അദ്ദേഹത്തിന്റെ പ്രതിമ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു.
വാ വാ എന്നെ ഇവിടെ വന്ന് പിടിച്ചു കാണിക്ക്. നീ ഇപ്പൊ എന്ത് അബദ്ധമാണ് കാണിച്ചത് ഡോഗി? അത് ഞങ്ങളുടെ ഡോഗിയാണ്. ഈ ശില്പത്തിനൊന്നും കാശ് മുടക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോ ഉള്ളത്. ആ ഡോഗിയെ പിടിക്കേ, എന്റെ പ്രതിമ അത് തകർത്തു. എനിക്ക് എന്റെ കാർ കിട്ടുന്നിടം വരെ ആ ഡോഗിയിൽ എനിക്കും അവകാശമുണ്ട്. ഏയ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. എന്റെ അമ്മ. ചിങ്കം സർ, ബോസോ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അവരുടെ കൈ കിട്ടി അവർ എന്ത് ചെയ്യുന്ന അറിയില്ല. പ്ലീസ് പ്ലീസ് അതിനെ രക്ഷിച്ചേ പറ്റൂ. Why fear when Chingam is here? വരൂ. ഡോഗിക്ക് മരത്തിൽ കയറാൻ കഴിയില്ല, പക്ഷെ ബോസോയ്ക്ക് ഒരു മരമൊക്കെ പൊളിക്കാൻ കഴിയും. എന്താ എന്താ പറ്റിയേ? ഇനി എന്താ ഓടുന്നില്ലേ? സോറി ഡോഗി, ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി. നിന്റെ സൈസ് കണ്ട് പേടിച്ചാ ഞാൻ ഓടി വന്നത്. ശരി, ഇനി നമുക്ക് കൂട്ടുകാരാകാം. പക്ഷെ നിന്നെ ചേസ് ചെയ്യുന്നത് ഭയങ്കര രസമായിരുന്നു. നമുക്കിനി കൂട്ടുകാരായിരിക്കാം. ഇനി ഞാൻ തിരിച്ചു പോകട്ടെ എന്റെ യജമാനൻ മോട്ടു പത്തുലുവിന്റെ അടുക്കലേക്ക്. ബൈ ബൈ. ബൈ, ടേക്ക് കെയർ. എന്റെ ബോസോ വേഗം ട്രക്കിലേക്ക് എടുത്ത് ചാട്, കാരണം ഒരുപാട് പേര് നിന്റെ പുറകിൽ തന്നെയുണ്ട്. എന്റെ ചെക്ക വലിയേട്ട, ട്രക്ക് ഒന്ന് വേഗത്തിൽ ഓടിക്ക്. എല്ലാവരും അടുത്തെത്തി. ട്രക്കിനെ ഉടൻ നിർത്തുക. ഡോഗിനെ ഉടൻ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് അയക്കും. അതിന്റെ ശരീരമാകെ റിസർച്ച് ചെയ്യും. ഇറ്റ്സ് ആൻ ഓർഡർ. ട്രക്ക് നിർത്തുക. എന്റെ പത്തലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ, എന്തെങ്കിലും ചെയ്യേ. ഐഡിയ. ബോസോ കം കം. ബോസോ വരൂ വരൂ. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഒരു തവണ എന്റെ കൈ കിട്ടിയ അപ്പ ശരിയാക്കി തരാം. ട്രക്ക് നിർത്തുക. എന്നിട്ട് ആ ഡോഗിയെ ഞങ്ങളെ ഏൽപ്പിക്കുക. ഞാനുള്ളിടത്തോളം കാലം അത് സംഭവിക്കില്ല. ഐ എം വാണിംഗ് യു. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. വഴിമാറിക്കോ, അല്ലെങ്കിൽ ഞാൻ 3 എന്ന് എണ്ണും. അതിനു മുമ്പ് അതിനെ ഞങ്ങളെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ തീർക്കും. 3 എന്ന് പറയുമ്പോൾ നീ ഫയർ ചെയ്തോ, ഞാനും ഫയർ ചെയ്യും. 1 2 വേണ്ട, ഞങ്ങള് നിർത്തിക്കോളാം. പക്ഷേ ബോസോയെ ഒരിക്കലും നിങ്ങൾക്ക് വിട്ടു തരില്ല. പത്തലു എന്തെങ്കിലും ചെയ്യൂ വേഗം. ഐഡിയ. ബൂസോ, എത്ര ദേഷ്യമുള്ളവനെയും സ്നേഹം കൊണ്ട് സമാധാനിപ്പിക്കാൻ കഴിയും. ഈ ലോകത്ത് സ്നേഹം കൊണ്ട് മാത്രമേ എന്ത് നേടാൻ കഴിയൂ. നീ നേരിട്ട് അങ്ങോട്ട് ചെല്ല്.
എന്നിട്ട് എല്ലാവരെയും സമാധാനിപ്പിക്കേ. 3. ഗുഡ് ബോയ് ബൂസോ. പത്തലു നീ ഇതെന്താണ് കാണിച്ചത്? അവനെ നിർത്ത്. എന്റെ അമ്മോ, ഇത്ര അനുസരണമുള്ള ഡോഗി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ നിക്ക ബൂസോ, മോട്ടു പത്ലു പറയുന്നത് കേക്കരുത്. ഈ ഡോഗി നിങ്ങളെക്കാൾ ബുദ്ധിശാലിയാണ്. അതെ, ഇതിപ്പോ എന്റെ ഹൃദയം കീഴടക്കി. എന്ത് സ്നേഹമുള്ള ഡോഗിയാ. ഓ, മനസ്സിലായി. മോട്ടുവും പത്ലുവിന്റെ അടുത്ത് നിന്ന് നിന്നെ അകറ്റാൻ പാടില്ലെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. ഇനി മുതൽ നമ്മളെല്ലാം സുഹൃത്തുക്കളാണ്. ബൂസോന്റെ ഫുർഫുറ നഗരത്തിലുള്ള സൂലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇവിടുത്തെ ജനങ്ങൾ ഇവനെ അവിടെ വെച്ച് കണ്ടോട്ടെ. അവിടെ ആവുമ്പോ ഇവനെ എല്ലാവരും നല്ലപോലെ നോക്കും ചെയ്യും. Watch India's largest kids library only on Jio Hotstar. Download the app now.